സംസ്ഥാനത്തെ ക്രമസമാധാന പാലനവും പോലീസ് സ്റ്റേഷനുകളുടെ ഭരണ സംവിധാനവും കൂടുതൽ ശക്തമാക്കാനും ജനസൗഹൃദമാക്കാനും ലക്ഷ്യമിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വലിയൊരു അഴിച്ചുപണിക്കാണ് ഇപ്പോൾ സർക്കാർ കളമൊരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി പോലീസ് ആസ്ഥാനത്ത് നിന്നും DGP സമർപ്പിച്ച സമഗ്രമായ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സജീവമായ പരിഗണനയിലാണ്. സാധാരണക്കാരന് നീതി ഉറപ്പാക്കുന്ന പോലീസ് സ്റ്റേഷൻ ഭരണത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണമെന്ന ആഭ്യന്തരമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പുതിയ പരിഷ്കരണ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. മുൻപ് പോലീസ് സ്റ്റേഷനുകളുടെ പൂർണ്ണ ചുമതല ഇൻസ്പെക്ടർമാർക്ക് നൽകിയ തീരുമാനത്തിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിട്ടൊരു പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം ആ സംവിധാനത്തെ കൂടുതൽ ജനകീയമാക്കാനുള്ള ശുപാർശകൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ പുതിയ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ ദൈനംദിന ഭരണവും ക്രമസമാധാന ചുമതലയും സബ് ഇൻസ്പെക്ടർമാർക്ക് അഥവാ SIമാർക്ക് തിരികെ നൽകാനാണ് പ്രധാനമായും ശുപാർശ ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ സമീപിക്കാനും പരാതികൾ ബോധിപ്പിക്കാനും SIമാരുടെ സാന്നിധ്യം സ്റ്റേഷനുകളിൽ കൂടുതൽ കാര്യക്ഷമമായി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് സംവിധാനം അഥവാ CI ഓഫീസ് പുനഃസ്ഥാപിക്കാനും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിനായി സംസ്ഥാനത്തുടനീളം പുതുതായി 210 പോലീസ് സർക്കിളുകൾ രൂപീകരിക്കുകയാണ്. ഈ സർക്കിളുകളുടെ മേൽനോട്ട ചുമതലയായിരിക്കും ഇനി മുതൽ CIമാർക്കുണ്ടാവുക. ഇതോടെ സ്റ്റേഷൻ ഭരണത്തിൻ്റെ അമിതഭാരമില്ലാതെ ക്രൈം ഡിറ്റക്ഷനും അതുപോലെ ക്രമസമാധാന പരിപാലനത്തിനും കൂടുതൽ സമയം കണ്ടെത്താൻ സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് സാധിക്കുമെന്നാണ് ആഭ്യന്തര വകുപ്പ് വിലയിരുത്തുന്നത്. എന്നാൽ എല്ലാ സ്റ്റേഷനുകളിലും ഈ മാറ്റം ഉടനടി നടപ്പാക്കില്ല. സംസ്ഥാനത്തെ ഏറ്റവും വലുതും തന്ത്രപ്രധാനവുമായ 63 പോലീസ് സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാർ തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി അഥവാ SHOമാരായി തുടരുകയാണ്. കൂടുതൽ ജനസംഖ്യയുള്ളതും കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കൂടുതലുള്ളതുമായ നഗരങ്ങളിലെയും പ്രധാന കേന്ദ്രങ്ങളിലെയും സ്റ്റേഷനുകളിലാണ് ഈ സംവിധാനം നിലനിർത്തുക. അതേസമയം സാധാരണ സ്റ്റേഷനുകളുടെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന 206ഓളം ഇൻസ്പെക്ടർമാരെ മറ്റ് സുപ്രധാന മേഖലകളിലേക്ക് പുനർവിന്യസിക്കാനും റിപ്പോർട്ടിൽ വ്യവസ്ഥയുണ്ട്. സൈബർ സെല്ല്, ജില്ലാ ക്രൈംബ്രാഞ്ച്, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രത്യേക വിങ്ങുകൾ തുടങ്ങി കൂടുതൽ ശ്രദ്ധയും അന്വേഷണ മികവും ആവശ്യമുള്ള വിഭാഗങ്ങളിലേക്കായിരിക്കും ഇവരെ മാറ്റുക. ഇത് അടിയന്തര പ്രാധാന്യമുള്ള കേസുകളുടെ അന്വേഷണം വേഗത്തിലാക്കാൻ സഹായിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കൺമുന്നിലെത്തിയ ഈ ശുപാർശകൾ നടപ്പിലാകുന്നതോടെ കേരള പോലീസിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ വലിയൊരു ഗുണപരമായ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾക്ക് അതീതമായി പോലീസിനെ കൂടുതൽ ജനങ്ങളിലേക്ക് അടുപ്പിക്കാനും പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന സാധാരണക്കാർക്ക് ഭയരഹിതമായി പരാതികൾ നൽകാനുള്ള സാഹചര്യം ഒരുക്കാനും ഈ ഭരണപരമായ മാറ്റങ്ങളിലൂടെ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ അന്തിമാനുമതി കൂടി ലഭിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ തന്നെ ഈ പുതിയ പോലീസ് ഭരണ പരിഷ്കാരം സംസ്ഥാനത്ത് പൂർണ്ണതോതിൽ നടപ്പിലാകും. ഇത് പോലീസിൻ്റെ അന്വേഷണ മികവ് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധം നൽകുമെന്ന കാര്യത്തിലും തർക്കമില്ല.